കാർഷിക വാർത്തകൾ. ആഭ്യന്തര പാം ഓയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ കൃഷി വ്യാപകമാക്കുന്നതോടെ മലേഷ്യയിലെ ഏറ്റവും മികച്ച ഓയിൽ പാം വിത്ത് വാങ്ങുന്ന രാജ്യമായി ഇന്ത്യ മാറും. ഓയിൽ പാം വിത്തുകളുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരായി ഇന്ത്യ ഉയർന്നു. ആഭ്യന്തര പാം ഓയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കാനുമാണ് ലക്ഷ്യം. മലേഷ്യയുടെ മൊത്തം പാം ഓയിൽ കയറ്റുമതിയുടെ 17.9% ഇന്ത്യയിലേക്കാണ് കയറ്റി. കഴിഞ്ഞ വർഷം ഇന്ത്യ 3.03 ദശലക്ഷം ടൺ പാം ഓയിൽ മലേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. 2025-26 പാം ഓയിൽ കൃഷി അതിവേഗം 1 ദശലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാനും 2029-30 ഏകദേശം 2.8 ദശലക്ഷം ടൺ അസംസ്കൃത പാം ഓയിൽ ഉൽപാദനം കൈവരിക്കാനുമാണ് പദ്ധതി. നിലവിൽ ഏകദേശം 3,70,000 ഹെക്ടറിൽ ഈന്തപ്പഴ കൃഷിയുണ്ട്, പ്രത്യേകിച്ച് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ദ്വീപ് പ്രദേശങ്ങളിലും. മലേഷ്യൻ കയറ്റുമതിക്കാർ ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കളും സാങ്കേതിക വൈദഗ്ധ്യവും നൽകുന്ന ബിസിനസ് ടു ബിസിനസ് ക്രമീകരണങ്ങളിലൂടെയുമാണ് മിക്ക ഇടപാടുകളും നടക്കുന്നത്. മലേഷ്യൻ വാണിജ്യ വിത്തുകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗുജറാത്തിൽ മാമ്പഴ ഉൽപാദനത്തിൽ വർധന. കഴിഞ്ഞ 5 വർഷത്തിനിടെ കയറ്റുമതി ചെയ്തത് 3000 ടൺ മാമ്പഴം. കഴിഞ്ഞ 5 വർഷത്തിനിടെ നടത്തിയ മാമ്പഴ കയറ്റുമതിയിൽ 29% 2024-25 കാലയളവിലായിരുന്നു. ഗുജറാത്തിൽ നിന്നും മാമ്പഴം അധികവും കയറ്റുമതി ചെയ്തത് US, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലേക്കാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഗുജറാത്ത് കയറ്റുമതി ചെയ്തത് 856 ടണ്ണാണ്. ഇതിൽ 2011 GI ടാഗ് ലഭിച്ച ഗിർ കേസർ മാമ്പഴവും ഉൾപ്പെടുന്നു. ഗുജറാത്തിൽ ഹോർട്ടികൾച്ചർ കൃഷി ചെയ്യുന്ന 4.71 ലക്ഷം ഹെക്ടറിൽ ഏകദേശം 1.77 ലക്ഷം ഹെക്ടറും, അതായത് 37% മാങ്ങ കൃഷിയാണ്. വൽസാദ്, നവസാരി, ഗിർ സോമനാഥ്, കച്ച്, സൂറത്ത് എന്നിവയാണ് മാമ്പഴം ഏറ്റവും കൂടുതൽ വളരുന്ന ജില്ലകൾ. 2021-22 വർഷത്തിൽ ഗുജറാത്തിലെ മാമ്പഴ ഉൽപാദനം 9.17 ലക്ഷം ടണ്ണായിരുന്നു. ഇത് 2023-24 ആകുമ്പോഴേക്കും 21%-ലധികം ഉയർന്ന് 11.15 ലക്ഷം ടണ്ണായി. സർക്കാർ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് 2024-25 മാമ്പഴ ഉൽപാദന കണക്കുകൾ ഇനിയും പ്രസിദ്ധീകരിക്കാനുണ്ട്. 2001-22 2023-24 ഇടയിൽ മാമ്പഴത്തിന്റെ വിസ്തൃതി 8.4% വർദ്ധിച്ച് 1,77,514 ഹെക്ടറായി. 2023-24 നവസാരി, വൽസാദ്, ഗിർ സോമനാഥ് ജില്ലകളിൽ നിന്നാണ് യഥാക്രമണം 2.17 ലക്ഷം ടണ്ണ്, 2.09 ലക്ഷം ടൺ, 1.12 ലക്ഷം ടൺ മാമ്പഴം ഉൽപ്പാദിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പഴുത്ത അടക്കയുടെ വില കേട്ടാൽ ഞെട്ടും. ഒരെണ്ണത്തിന് 13 രൂപ നൽകണം. ചന്തയിൽ നാടൻ അടക്ക വരവ് കുറഞ്ഞതോടെയാണ് വില കുതിച്ചുയരുന്നത്. മംഗലാപുരം, മേട്ടുപ്പാളയം, സത്യമംഗലം, ആനമല തുടങ്ങിയ സ്ഥലങ്ങളിലെ അടക്കയാണ് കേരള വിപണികളിൽ എത്തുന്നത്. ഏതു സീസണിലും ഇവിടങ്ങളിൽ നിന്നും അടക്ക ലഭിക്കും. നാടനേക്കാൾ വലിപ്പവുമുണ്ട്. ചില വിപണികളിൽ ശ്രീലങ്കൻ അടക്കയും എത്തുന്നു. കിലോയ്ക്ക് 260 രൂപയ്ക്കാണ് മൊത്ത വിൽപ്പനക്കാർ അടക്ക വാങ്ങുന്നത്. എണ്ണിയാണ് വിൽക്കുന്നത്. 8 രൂപയായിരുന്ന അടയ്ക്കാവില ഒരാഴ്ച കൊണ്ടാണ് കുതിച്ചുയർന്നത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം അടയ്ക്ക മൂക്കുന്നതിനും പഴുക്കുന്നതിനും കാലതാമസം വരുന്നു. ഇത് വിപണിയിലേക്കുള്ള വരവിനെ ബാധിച്ചിട്ടുണ്ട്. ഏപ്രിൽ-മെയ് മാസത്തോടെ അടയ്ക്ക തീർന്നാൽ മറയൂർ, കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള അടയ്ക്ക വിപണിയിലെത്തും. ഓഗസ്റ്റ് പകുതിയോടെ വീണ്ടും നാടൻ അടയ്ക്ക എത്തും. മരത്തിൽ കയറി അടയ്ക്ക പറിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കൊട്ടപ്പാക്കിനുള്ള പ്രിയവും കാരണം കൂടുതൽ ആളുകളും താഴെ വീഴുന്ന ഉണക്കി തൊണ്ടു പൊളിച്ച് വിൽക്കുകയാണ്. മുമ്പ് മലബാർ മേഖലയിലായിരുന്നു ഇത്തരം അടയ്ക്കയ്ക്ക് ഡിമാൻഡെങ്കിൽ ഇപ്പോൾ മധ്യ തിരുവിതാംകൂറിലും ഉണങ്ങിയതാണ് വിപണിയിലെത്തുന്നത്. കൊട്ടപ്പാക്കിന് കിലോയ്ക്ക് 400-ന് മുകളിൽ വില വന്നിരുന്നു. മുറുക്കാൻ, ദക്ഷിണ എന്നിവയ്ക്കാണ് കേരളത്തിൽ പഴുത്ത അടയ്ക്ക കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നാലും അടയ്ക്കയ്ക്കും മറ്റുപയോഗമുള്ളതുകൊണ്ടാണ് വില എപ്പോഴും താഴാതെ നിൽക്കുന്നത്. വടക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളിലേക്ക് പാൻ മസാലയ്ക്ക് വേണ്ടിയാണ് ഇത് കൂടുതലും കയറ്റി അയക്കുന്നത്. വ്യവസായിക മേഖലയിൽ പല ഉപയോഗങ്ങളുമുണ്ട്. ആയുർവേദത്തിലും മറ്റും ഔഷധങ്ങൾ ഉണ്ടാക്കാൻ അടയ്ക്ക വേണം. മൗത്ത് ഫ്രഷ്നറായും ഉപയോഗിക്കുന്നു. പെയിന്റ് വ്യവസായത്തിലും തുകൽ വ്യവസായത്തിലും പ്ലൈവുഡ് നിർമ്മാണത്തിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ നിന്ന് 9 ലക്ഷം ടൺ അരി ഇറക്കുമതി ചെയ്യാൻ പദ്ധതിയിട്ട് ബംഗ്ലാദേശ്. ഇന്ത്യൻ അരിമില്ലുകാരും കയറ്റുമതിക്കാരും ആവേശത്തിൽ. അരിയുടെ ഡിമാൻഡ് വർദ്ധിച്ചതിനാൽ മികച്ച വില കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യയിലെ അരിമില്ലുകാരും കയറ്റുമതിക്കാരും. ഇന്ത്യയിൽ നിന്നുള്ള അരി ഇറക്കുമതിയുടെ 4 ലക്ഷം ടൺ ബംഗ്ലാദേശ് സർക്കാർ നേരിട്ട് അന്താരാഷ്ട്ര ടെൻഡർ മുഖേന സംഭരിക്കും. 5 ലക്ഷം ടൺ ബംഗ്ലാദേശിലെ സ്വകാര്യ വ്യാപാരികൾ ഇറക്കുമതി ചെയ്യും. സ്വകാര്യ ഇറക്കുമതിയുടെ 30 മുതൽ 40% ബംഗാൾ മില്ലുകളിൽ നിന്നും വ്യാപാരികളിൽ നിന്നുമായിരിക്കും. ബംഗാൾ മില്ലുകളും 4 ലക്ഷം ടണ്ണിന്റെ സർക്കാർ ടെൻഡറിൽ പങ്കെടുക്കും.
സ്വർണ, രത്ന, മിനിക്കേറ്റ്, സോന മസൂരി തുടങ്ങിയ ജനപ്രിയ ഇന്ത്യൻ അരി ഇനങ്ങൾക്ക് പശ്ചിമ ബംഗാളിലും ദക്ഷിണേന്ത്യയിലും ഡിമാൻഡുള്ളതിനാൽ വില ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വ്യാപാരികൾ പറഞ്ഞു. ബംഗ്ലാദേശിന്റെ ആദ്യകാല ഇറക്കുമതി പദ്ധതി അമോൺ സീസണിൽ ഉണ്ടാകാവുന്ന വെള്ളപ്പൊക്കത്തിന് മുന്നോടിയായുള്ള മുൻകരുതൽ നടപടികളെ പ്രതിഫലിപ്പിക്കുന്നതായി പങ്കാളികൾ പറഞ്ഞു. ആഭ്യന്തര വിപണിയിൽ താഴ്ന്ന ഇടത്തരം അരിയിനങ്ങൾക്ക് വില വർദ്ധിക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ പ്രധാന അരി വിതരണക്കാരനെന്ന ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുമെന്ന് കയറ്റുമതിക്കാർ വിശ്വസിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മഴ ടാപ്പിംഗ് തടസ്സപ്പെടുത്തി. 1.5 മാസമായി തുടർച്ചയായി 10 ദിവസം പോലും ടാപ്പിംഗ് നടന്നില്ല. ഏലക്ക ലേലത്തിൽ ഉണർവ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പുലർച്ചെ മഴ നിലനിന്നത് ടാപ്പിംഗ് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. മധ്യകേരളത്തിലെയും മറ്റു ഭാഗങ്ങളിലെയും കർഷകർ കാലാവസ്ഥയിൽ വരും ദിനങ്ങളിൽ മാറ്റം കണ്ടു തുടങ്ങുമെന്ന വിശ്വാസത്തിലാണ്. കാലവർഷം തുടങ്ങി 1.5 മാസം പിന്നിടുമ്പോഴും തുടർച്ചയായി 10 ദിവസം പോലും ടാപ്പിംഗിന് അവസരം കിട്ടിയില്ല. ഇതിനിടയിൽ രൂക്ഷമായ ഷീറ്റ് ക്ഷാമത്തിൽ 4ാം ഗ്രേഡ് റബ്ബർ വില ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച് 21,300 രൂപയിൽ വ്യാപാരം നടന്നു. ലാറ്റക്സ് വില 13,900 രൂപ. രാജ്യാന്തര റബ്ബർ വിപണിയിലും ഉണർവ് കണ്ട് ഏഷ്യൻ റബ്ബർ അവധി വിലകൾ ഉയർന്നതിന്റെ ചുവട് പിടിച്ച ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 198 രൂപ 50 പൈസയിലേക്ക് കയറി. കനത്ത മഴ മൂലം തായ്ലൻഡിൽ റബ്ബർ ടാപ്പിംഗിന് നേരിട്ട തടസ്സം വിട്ടുമാറിയില്ല. ഏലക്ക ലേലത്തിൽ വില ഉയർന്ന തലത്തിൽ നിലകൊണ്ടു. ഉത്തരേന്ത്യൻ വ്യാപാരികളും കയറ്റുമതിക്കാരും ലേല കേന്ദ്രങ്ങളിൽ സജീവമാണ്. വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ പുതിയ ഏലക്ക ഉയർന്ന അളവിൽ ശേഖരിക്കുന്നുണ്ട്. ലേലത്തിൽ മൊത്തം 46,963 കിലോ ചരക്ക് വിൽപ്പനയ്ക്ക് വന്നതിൽ 46,576 കിലോയും വിറ്റു. ശരാശരി ഇനങ്ങൾ കിലോ 2,608 രൂപയിലും മികച്ച ഇനങ്ങൾ 3,157 രൂപയിലും കൈമാറി. വിവിധ കുരുമുളക് ഉൽപ്പാദന രാജ്യങ്ങൾക്കുമേൽ അമേരിക്ക ഉയർന്ന നികുതി ഏർപ്പെടുത്തുമെന്ന ഭീതിയിൽ ഇന്തോനേഷ്യ, വിയറ്റ്നാമീസ് കയറ്റുമതിക്കാർ ചരക്ക് വിട്ടുമാറാൻ തിടുക്കം കാണിക്കുന്നുണ്ട്. എന്നാൽ നിരക്ക് താഴ്ത്തി അവർ കൊട്ടേഷൻ ഇറക്കിയതായി സൂചനയില്ലെന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെ വാങ്ങലുകാർ. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ വില ടണ്ണിന് $8,200. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 245.30, RSS 5 240.65, ലാറ്റക്സ് 147, ജാതിക്ക 270, ജാതിപത്രി 1,600 മുതൽ 1,850 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 350, കുരുമുളക് ഗാർബിൾ 68,500, കുരുമുളക് അൺഗാർബിൾ 66,500, ഏലക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 38,500, കൊപ്ര 25,800, ചുക്ക് 22,500,